റേഡിയോ സാധാരണക്കാരായ അനേകം ജനങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ പ്രധാനപ്പെട്ട സാമൂഹികമായ മനോഭാവത്തെയും കുടുംബ ബന്ധങ്ങളെയും പറ്റിയും മനുഷ്യൻ എങ്ങനെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയും വിവരങ്ങൾ എത്തിക്കുന്ന ബഹുജന മാധ്യമമാണ് റേഡിയോ. ഒരു പ്രദേശത്തോ രാജ്യത്തോ ഉള്ള ജനങ്ങളിലേക്ക് വിവരങ്ങൾ ആദ്യ അവസാനം വരെ പെട്ടെന്നും നേരിട്ടും എത്തിക്കാം. അടിയന്തരമായ വാർത്തകൾ ഒരു പോസ്റ്ററിനേക്കാളും മാഗസിനേക്കാളും പത്രത്തിനേക്കാളും വേഗത്തിൽ എത്തിക്കാം. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാം. പുതിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതൊരു നല്ല മാർഗമാണ്. ഒരു നല്ല അവതാരകന് പരിപാടികൾ യഥാക്രമവും സ്വകാര്യവുമാക്കുന്നതിലൂടെ റേഡിയോ വിരോധിയെ പോലും ഒരു നല്ല ശ്രോതാവാക്കാം. ഒരു നല്ല വംശത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രഹജനങ്ങൾ വിഭാഗങ്ങളായും റേഡിയോ പരിപാടികൾ ശ്രവിക്കാൻ ഒത്തുകൂടുന്നു. അതിനാൽ സ്വന്തമായി റേഡിയോ ഇല്ലാത്തവർക്കും ശ്രോതാവാകാം. ഗ്രാമീണ ജനതയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയും അവർക്ക് താങ്ങാനാവുന്ന വിലയിലും റേഡിയോ ലഭിക്കുന്നു. സാധാരണമായും വിദഗ്ധ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സമൂഹം റിസർച്ചുകളുടെ ഔട്ട്പുട്ട് പ്രസംഗ രീതിയിലോ പ്രൊഫഷണൽ ബ്രോഡ്കാസ്റ്ററിനോടുള്ള അഭിമുഖ സംഭാഷണത്തിലോ അവതരിപ്പിക്കുന്നു. ദൃശ്യമായ അവതരണം ഇല്ലായ്മയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അസൗകര്യം. റേഡിയോ ആശയവിനിമയത്തിന് മാധ്യമമായി ഭരിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒഴുക്കില്ലാത്ത ഒന്നായി റേഡിയോ മാറിയിരിക്കുന്നു. പുതിയ റേഡിയോ ടെക്നോളജിയായി ഉപഗ്രഹ റേഡിയോ അവതരിപ്പിക്കപ്പെടും. ഉപഗ്രഹ റേഡിയോ കുറെ കൂടെ വ്യക്തമായ ശബ്ദഗുണം ഉറപ്പുതരുന്നു. ശ്രോതാവിനെ ആകർഷിക്കുന്നതിൽ ഈ പദ്ധതി വിജയിച്ചിട്ടുണ്ട്. പരസ്യക്കാരോടും ശ്രോതാക്കളോടും പൊരുതാൻ ടിവിയെ പോലെ റേഡിയോയും പരിവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ട്രഡീഷണൽ റേഡിയോ, ഇന്റർനെറ്റ് റേഡിയോ, സാറ്റലൈറ്റ് റേഡിയോ, ഹൈ ഡെഫിനിഷൻ റേഡിയോ, ഹൊറിസോണ്ടൽ ഡിജിറ്റൽ റേഡിയോ എന്നിവ പ്രചാരത്തിലുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഹൈ ഡെഫിനിഷൻ രീതിയിൽ 200ഓളം റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 2000 റേഡിയോ സ്റ്റേഷനുകൾ ഹൈ ഡെഫിനിഷൻ ആക്കുവാൻ പദ്ധതിയുണ്ട് എന്ന് സൈറസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ പ്രവണതകൾ. എഫ് എം ബ്രോഡ്കാസ്റ്റ് ബ്രാൻഡ് അല്ലാതെ മറ്റൊരു റേഡിയോ ഫ്രീക്വൻസി ബാൻഡുകളും സ്വീകരിക്കാവുന്ന റേഡിയോ ആണ് FM റേഡിയോ. റേഡിയോ എന്നാൽ ഒരു ട്യൂണർ മാത്രമല്ല. FM എന്നാൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്നാണ് അർത്ഥം. വിവിധ വിഭാഗത്തിലുള്ള റേഡിയോ ആശയവിനിമയ ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയാണ് FM പ്രധാനമായും ഉപയോഗിക്കുന്നത്. VHF ബാൻഡ്സിലുള്ള FM ബ്രോഡ്കാസ്റ്റുകൾ ഇപ്പോഴും അപൂർവമായ ഹൈ ക്വാളിറ്റി ശബ്ദങ്ങൾ തരുന്നു. വ്യത്യസ്തമായ 2 വഴികളിലുള്ള റേഡിയോ ആശയവിനിമയത്തിനും FM ഉപയോഗിക്കുന്നു. പ്രധാനമായും മൊബൈൽ റേഡിയോ ആശയവിനിമയത്തിനും ടാക്സികളിലും വിവിധ തരത്തിലുള്ള മറ്റു വാഹനങ്ങളിലും ഇത് ഉപയോഗിക്കപ്പെടുന്നു. ദൂരവ്യാപകമായ ഉപയോഗത്തിന് മറ്റു ഡിജിറ്റൽ ട്രാൻസ്മിഷനേക്കാളും ഉപയോഗിക്കുന്നത് FM സ്വരസംക്രമം ആണ്. FMന്റെ ഉപയോഗങ്ങൾ എന്നതിൻ്റെ ആദ്യ ആമുഖത്തിൽ നിന്നും ഉഗ്രമമായ വളർച്ചയാണ് ഉണ്ടായത്. വൈഡ് ബാൻഡ് FM ഇപ്പോഴും ഹൈ ക്വാളിറ്റി ബ്രോഡ്കാസ്റ്റിംഗിനു വേണ്ടി ഹൈ ക്വാളിറ്റി ടീംസ് വിഷൻ മാധ്യമമായി വിലയിരുത്തപ്പെടുന്നു. FM ഫ്രീക്വൻസി സ്വരസംക്രമം ആശയവിനിമയ മാർഗമായി ഉപയോഗിക്കുന്നു. സിഗ്നൽ സ്ട്രെങ്ത്തിൽ പിൻവാങ്ങാൻ കഴിയാത്ത അന്തരമാണ് ഇതിനുള്ളത്. ബാൻഡ് എന്നാൽ ഫ്രീക്വൻസി ബാൻഡ്. റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രമിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസി റേഞ്ച്. ഇവ ടെലികമ്മ്യൂണിക്കേഷനിൽ വെരി ലോ ഫ്രീക്വൻസീസിൽ നിന്നും എക്സ്ട്രീംലി ഹൈ ഫ്രീക്വൻസീസ് എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. എല്ലാ ബാൻഡുകളും അപ്പർ 30, ലോവർ 60 ഫ്രീക്വൻസി ലിമിറ്റുകളായി നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം 2 റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് ഒരേ ഫ്രീക്വൻസി പങ്കുവയ്ക്കുകയാണെങ്കിൽ അന്യോന്യമുള്ള തടസ്സത്തിന് കാരണമാകും. ബാൻഡിൻ്റെ ഉപയോഗം നിയന്ത്രിതമാണ്. അന്താരാഷ്ട്രമായി റേഡിയോ സ്പെക്ട്രമിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നത് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ആണ്. ഗാർഹികമായ റേഡിയോ സ്പെക്ട്രമിൻ്റെ ഉപയോഗം US-ന്റെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ പോലുള്ള ഏജൻസി നിയന്ത്രിക്കുന്നു. വെബ് റേഡിയോ ഇന്റർനെറ്റിന്റെ മൾട്ടിമീഡിയ സക്സസറായ വേൾഡ് വൈഡ് വെബിന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് ഇൻസ്റ്റന്റ് ഗ്ലോബൽ റേഡിയോ. പുരോഗമിച്ച സാങ്കേതിക വിദ്യയും കണ്ടന്റും വെബ് റേഡിയോയുടെ മാസ് മീഡിയമാക്കി മാറ്റുകയാണ്. വെബ് റേഡിയോ പ്രധാനമായും അടിവരയിട്ടത് വെബ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ കണ്ടന്റ് ഓവർ ദ ഇന്റർനെറ്റ് എന്ന ആശയത്തിനെയാണ്. ഓൺലൈൻ ഉപഭോക്താക്കൾക്ക് വെബ് കാസ്റ്റിംഗ് സ്റ്റേഷൻസിന്റെ വെബ് പേജസ് സന്ദർശിക്കുകയും ആർക്കൈവ്ഡും ലൈവുമായ ഓഡിയോ കവറിംഗ് വാർത്തകളും ബിസിനസ്സും സ്പോർട്സും വിവിധ തരത്തിലുള്ള സംഗീതവും ആസ്വദിക്കാം.
വെബ് റേഡിയോ ആക്ടിവിറ്റി വളരാനുള്ളതിൻ്റെ ഉന്നതമായ കാരണം ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയിലെ പുരോഗതിയാണ്. റേഡിയോ ജോക്കി റേഡിയോ ഇൻഡസ്ട്രിയുടെ അത്ഭുതമായ വളർച്ചയ്ക്ക് തൊഴിൽ എന്ന രീതിയിൽ റേഡിയോ ജോക്കികൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കാരണമായിട്ടുണ്ട്. പല റേഡിയോ സ്റ്റേഷനുകളുടെയും പിന്നിൽ റേഡിയോ ജോക്കി RJസിൻ്റെ വലിയ പങ്കുണ്ട്. ശ്രോതാക്കളെ പിടിച്ചിരുത്തുവാൻ പാകമായ അറിവുകൾ പലതരത്തിലുള്ള സംഗീതത്തിലും ഇത്തരം RJസിന് ആവശ്യമാണ്. പരിപാടികൾ അവതരിപ്പിക്കുക എന്നതിനും പാട്ടുകൾ വയ്ക്കുക എന്നതിനും പുറമെ സെലിബ്രിറ്റീസുമായുള്ള അഭിമുഖങ്ങൾ എന്നിവ നിയന്ത്രിക്കണം. നിങ്ങൾക്കുമാകാം റേഡിയോ ജോക്കി. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കുമാകാം ഒരു റേഡിയോ ജോക്കി. നിങ്ങൾ സ്മാർട്ട് ആണെങ്കിൽ, നിങ്ങളുടെ രീതിയിൽ ചിന്തിക്കാമെങ്കിൽ നിങ്ങൾക്കുമാകാം ഒരു റേഡിയോ ജോക്കി. ഒരു നല്ല സുഹൃത്താവണം. നല്ല പാട്ടുകൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വേണം. രസകരമായ തിരക്കഥ എഴുതുവാനും അവതരിപ്പിക്കാനും കഴിയണം. നല്ല രീതിയിൽ വിവരമുള്ള ആളാണെങ്കിൽ തീർച്ചയായും ബുദ്ധിപരമായ സംഭാഷണങ്ങൾ ഏർപ്പെടാൻ കഴിയും. ആശയവിനിമയത്തിന് 3 Vകളിൽ ചുരുങ്ങിയത് 2 എണ്ണത്തിലെങ്കിലും രൂപപ്പെട്ടയാളാവണം. വെർബലും വോക്കലും സാമാന്യമായ വാക്ചാതുര്യവും ശബ്ദം ക്രമപ്പെടുത്തൽ, പ്രൊനൗൺസിയേഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന വെർബൽ സ്കിൽസ്, ശബ്ദ സംക്രമം, ശബ്ദഗുണവുമായി ബന്ധപ്പെട്ട വോക്കൽ സ്കിൽസ്, മൂന്നാമത്തത് ദൃശ്യവുമായി ബന്ധപ്പെടുത്തുന്നതിനാൽ ഒരു RJക്ക് അത് ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ റേഡിയോ പരിപാടികളിലൂടെ ശ്രോതാക്കളെ സന്തോഷിപ്പിക്കുക എന്നതിലൂടെ വിവരങ്ങൾ കൊടുക്കുകയാണ് ഒരു RJയുടെ ധർമ്മം. എന്തെല്ലാമാണ് റേഡിയോ ജോക്കിയുടെ ഗുണങ്ങൾ? പ്രസന്നമായ വ്യക്തിത്വം, ആകർഷണമായ ശബ്ദത്തോടു കൂടി സ്പഷ്ടമായി ഉച്ചരിക്കുന്ന ആശയവിനിമയം, പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റി വ്യക്തമായ അറിവുള്ളയാൾ, സമ്മർദ്ദത്തിലും ശാന്തമായിരിക്കണം, പെട്ടെന്ന് പ്രതികരിക്കണം, നല്ല ആസൂത്രണവും സംഘടനാ സാമർഥ്യവും വേണം, കൃത്യനിഷ്ഠ, നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യണം, വ്യക്തതയോടെ വായിക്കാൻ കഴിയണം, എപ്പോഴും ശ്രോതാക്കളിൽ മുഴുകണം, വളച്ചൊടിക്കാൻ കഴിയുന്ന പക്ഷക്കാരനാവണം, പ്രൊഡ്യൂസറുടെ ഇച്ഛയ്ക്കനുസരിച്ച് സംവാദങ്ങൾ നിയന്ത്രിക്കണം, സാങ്കേതികമായ ഉപകരണങ്ങൾ ഉപയോഗിക്കണം, മീഡിയ നിയമങ്ങളെ പറ്റിയും നിലവിലുള്ള കാര്യങ്ങളെ പറ്റിയും ബോധമുണ്ടാകണം. റേഡിയോ സ്ക്രിപ്റ്റിംഗ് 1940-ൽ വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേകതരം രീതിയിലാണ് റേഡിയോ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുന്നത്. മോഡേൺ ഫിലിംസിൻ്റെ TV അല്ലെങ്കിൽ റേഡിയോ കൊമേഴ്സ്യൽ സ്ക്രിപ്റ്റുമായി ഇവയ്ക്ക് യാതൊരു സാദൃശ്യവുമില്ല. ഇതിൻ്റെ സംയുക്തമായ കൂടിച്ചേരൽ നല്ല റേഡിയോ നാടകങ്ങൾക്കും പ്രൊഡക്ഷനും ചേരുന്നവയാണ്. റേഡിയോ വാർത്താ സ്ക്രിപ്റ്റുകൾ റേഡിയോ വാർത്തകൾ ശ്രോതാക്കളെ ലക്ഷ്യമാക്കി എഴുതുന്നവയാണ്. വളരെ കട്ടിയുള്ളതും നിഘണ്ടു ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടതുമായ പദങ്ങൾ ഒഴിവാക്കുക. രൂപരേഖ എഴുതുക. കഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വ്യക്തമാക്കുക. ഇവയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടവ. ആര്, എന്ത്, എന്തിന്, എവിടെ, എപ്പോൾ എന്ന് സ്വയം ചോദിക്കുക. ഒരു തലക്കെട്ട് എഴുതുക. ഇത് ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായകമാകും. ലീഡിനെ പറ്റി ബോധവാനും കൃത്യതയുള്ളവനും ആവണം. ബോഡി എഴുതുക. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതിൽ ഉണ്ടാവണം. സാധാരണയായി 100 മുതൽ 300 വരെ വാക്കുകളാണ് റേഡിയോ വാർത്തകളിൽ ഉണ്ടാവുക. സമയവും ഇതിന് മാനദണ്ഡമാവുന്നു. 100 വാക്കുകൾ 30 സെക്കൻഡ് എടുക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടാൻ. സ്റ്റോറിക്ക് നിഗമനം എഴുതുക. ഇത് സ്റ്റോറിയുടെ സംഗ്രഹം 1-2 വാക്യത്തിൽ ചുരുക്കിയതാവണം. റേഡിയോ സ്ക്രിപ്റ്റിൻ്റെ സഹായത്താൽ നിങ്ങൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് റേഡിയോ സ്റ്റേഷനിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ലൈവ് ഇൻ സ്റ്റുഡിയോ അല്ലെങ്കിൽ ടെലിഫോൺ ഇൻ്റർവ്യൂ. ഇവിടെ എഡിറ്റിംഗ് ഇല്ല. ഇത്തരം അഭിമുഖങ്ങൾ ലൈവായി എയർ ചെയ്യപ്പെടുന്നു. മെസ്സേജ് ഓർത്ത് വെക്കുക. നേരത്തെ തന്നെ എത്തുക, കാരണം കിതപ്പ് ഒഴിവാക്കപ്പെടാം. ഇതൊരു സംഭാഷണമാണ്. ഇവ ആക്ഷേപപരമാവാതിരിക്കാൻ ശ്രമിക്കുക. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. സംസാരിക്കുന്നത് ശ്രോതാക്കൾക്ക് വേണ്ടിയാണ് എന്നും ശ്രദ്ധിക്കുക. ലൈവ് അല്ലെങ്കിൽ പ്രീ ടേപ്പ് വിത്ത് അതർ ഗസ്റ്റ്. ഇവിടെ റിപ്പോർട്ടർ ഒരു കൂട്ടം ആളുകളെയാണ് അഭിമുഖം നടത്തുന്നത്. ഇവർ ഓരോരുത്തരും വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവാം. തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് തയ്യാറായി നിൽക്കണം.